VS അനന്തപുരിയിൽ നിന്നും മടങ്ങുന്നു. അനന്തപുരിക്കാർക്കൊരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. അവശതയിലായിരുന്നു കുറച്ചു കാലങ്ങളായി എങ്കിൽ പോലും അനന്തപുരിക്കൊപ്പമാണ് അവസാന നാളുകളിൽ VS എന്നത് വലിയ ആശ്വാസവും ഒരു അഭിമാനവുമായിരുന്നു അനന്തപുരിക്ക്. ഇന്നിതാ തിരികെ പോകുന്നു ജന്മനാടായ ആലപ്പുഴയ്ക്ക്. അവസാന കുറച്ച് നാളുകളിൽ അദ്ദേഹം അവശതയായിരുന്നു എങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് എന്നും അഭിമാനം തന്നെയായിരുന്നു. മോത്തി പറഞ്ഞതുപോലെ VS അച്യുതാനന്ദൻ എന്ന ആ പേര്, VS എന്ന രണ്ടക്ഷരം, അത് അനന്തപുരിക്ക് എന്നും അഭിമാനം തന്നെയായിരുന്നു. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നതാണ്. അതായത് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ, അതായത് ആ ഒരു 1.5 മണിക്കൂർ തുടർച്ചയായി മുദ്രാവാക്യം വിളിച്ചു. ഒരു അല്പം പോലും തൊണ്ട ഇടറാതെ മുദ്രാവാക്യം വിളിച്ച് ഇല്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് VS അദ്ദേഹം ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടിയും ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് പൊതുദർശനം ഉണ്ടായില്ലായിരുന്നിട്ട് കൂടിയും ഇത്രയും ആളുകൾ അർദ്ധരാത്രി ഒരു 12:30-1 മണിക്ക് അദ്ദേഹത്തെ കാണാൻ വന്നതുകൊണ്ട് തന്നെ വീട്ടുകാരും പോലീസുകാരും ഒക്കെ ഉള്ള പരിമിതിയിൽ, ഇവിടെ സ്ഥലപരിമിതിയുണ്ട്, ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊക്കെ VSനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരു നോക്ക് കണ്ടതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഓരോരുത്തരായി മടങ്ങിയത്. ഇപ്പോഴും വരുന്നുണ്ട്. ഈ പുലർച്ചെയും ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എൻ്റെ കൂടെ ഈ നിൽക്കുന്നവർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നവരാണ്. അവരോട് നമുക്ക് VSന്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഇന്നലെ എപ്പോൾ പുറപ്പെട്ടു? ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി മാളയിൽ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ഓർമ്മ? ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മാള വലിയപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് VS എന്ന് പറയുന്നാൽ ഞങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. വിദ്യാർത്ഥി ജീവിത കാലഘട്ടം തൊട്ട് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും VS എന്ന രണ്ടക്ഷരം തന്നെ വലിയ ആവേശമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ, പലപ്പോഴും സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന സാധാരണ മനുഷ്യരുടെ നിരവധിയായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ പ്രസംഗങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിൽ സാധാരണ മനുഷ്യരെ ആവേശം കൊള്ളിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോലുള്ളവർക്ക്, അന്ന് കേട്ടിരുന്നവർക്കൊക്കെ വലിയ അനുഭവമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ള, എന്നാൽ ഒരുപാട് വലിയ രീതിയിലുള്ള വിശകലനങ്ങളിലേക്ക് പോകാതെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കും, അതായത് മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അത് സാധാരണ മുഴുവൻ ആളുകളെയും, കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മലയാളി എവിടെയുണ്ടെങ്കിലും മലയാളികൾക്ക് വലിയ രീതിയിൽ ആവേശം പകർന്നൊരു സഖാവാണ് VS. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മലയാളിക്ക് അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. മുദ്രാവാക്യങ്ങൾ VSന് എന്നും ഊർജ്ജമായിരുന്നു. അതന്നെ കറക്റ്റാണ് പറയുന്നത്. കേരളമായിട്ടുള്ള അനുഭവങ്ങൾ, ഓർമ്മകൾ? എൻ്റെ ഓർമ്മ വെച്ചാൽ ഞാൻ മാള ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനും അതോടൊപ്പം തന്നെ അന്നമനട ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണുവാനും വേണ്ടിയാണ് എന്നും ഞങ്ങൾ പോയിരുന്നത്. അന്നും അത് തന്നെ ഞങ്ങൾ പോയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് VS എന്ന ആവശ്യമാണ് VS ഞങ്ങളുടെ? ഇപ്പോഴും മരണപ്പെട്ടെങ്കിലും സഖാവിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന രീതിയിൽ ഈ കേരളത്തിലും എല്ലാ ഭാഗങ്ങളിലുള്ള മലയാളികളും ഓർത്തു വയ്ക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ പ്രസംഗം എനിക്ക് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പ്രസംഗം കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് എപ്പോഴാണ് കണ്ട ഓർമ്മ? നേരിട്ട് ഞാൻ തൃശ്ശൂർ വെച്ചിട്ടൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ജില്ലാ സ്റ്റേറ്റ് സമ്മേളനത്തിൽ തൃശ്ശൂർ വെച്ച് പങ്കെടുക്കുമ്പോഴാണ്. അന്നും ആവശ്യമായിട്ടായിരുന്നു സഖാവ് എത്തിയിരുന്നത്. എന്നും ആവശ്യത്തോടെ തന്നെയാണ് ഞങ്ങളെന്ന സമ്മേളനത്തിൽ നോക്കിക്കണ്ടത്. പക്ഷെ അപ്പോഴും ഒക്കെയും അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ്. തീർച്ചയായും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. VS എന്ന രണ്ടക്ഷരം അദ്ദേഹം അവസാന സമയത്ത് എനിക്ക് തോന്നുന്നു പലർക്കും, ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് പലർക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. മലയാളിക്ക് പരിചിതമായത് VSന്റെ ചില നീക്കങ്ങളിലൂടെയാണ്. ആ ദൗത്യസംഘം നമുക്കറിയാം മൂന്നാറിൽ എത്രത്തോളമാണ് സ്വന്തം പൂച്ചകളെയും കൊണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത നിർമ്മിതികൾ ഇടിച്ചു നിർത്തിയതെന്ന് നമുക്കറിയാം. അന്ന് ചില പ്രത്യേക വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ മലയാളി കേൾക്കുകയായിരുന്നു, ആദ്യമായി ശീലിക്കുകയായിരുന്നു.
ജനകീയതയെ രണ്ടക്ഷരം കൊണ്ട് അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തമായൊരു ഇരിപ്പിടം ഇനി എത്ര കാലങ്ങൾ മാറി മറിഞ്ഞാലും VSന് സ്വന്തമായുണ്ട്.